ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മന്ത്രി MK മുനീറിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. വെസ്റ്റ് കല്ലായി ഗണപത് LP സ്കൂൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. ജില്ലയിലെ മലയോര മേഖലകളിലും ഗ്രാമമേഖലകളിലും നടക്കുന്ന ബ്ലേഡ് മാഫിയ ഇടപാടുകളെപ്പറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ബ്ലേഡ് മാഫിയ ഇരകളുടെ ആക്ഷൻ കമ്മിറ്റി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി MK മുനീറിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് രാത്രിവീശിയതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മന്ത്രി MK മുനീറിന്റെ കോഴിക്കോട് ക്യാമ്പ് ഓഫീസിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രവർത്തകർ ക്യാമ്പ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഇതിനിടയിൽ പോലീസ് ലാത്തി വീശി. പോലീസ് നടപടിയിൽ ഏതാനും യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രകാശ് ബാബു, ജില്ലാ പ്രസിഡന്റ് R മഞ്ജുനാഥ്, പ്രശോഭ് കോട്ടൂളി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വെസ്റ്റ് കല്ലായി LP സ്കൂൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാനേജറുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വാർഡ് കൌൺസിലർ MK സ്വാമിനാഥൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്പിവീട് സ്കൂൾ എന്നറിയപ്പെടുന്ന വെസ്റ്റ് കല്ലായി LP സ്കൂൾ സംരക്ഷിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ മാനേജറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. വാർഡ് കൌൺസിലർ MK സ്വാമിനാഥൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുന്നത്ത് ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ PV അവറാൻ, SK അബൂബക്കർ, EP ന്യൂമാൻ, PP മാമുക്കോയ, രാജൻ, KT മൊയ്തീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വിദ്യാലയം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഉള്ളമാതിരി തന്നെ കഴുക്കോല് പട്ടിയൊക്കെ അടിച്ച് അതിന്റെ മുകളിൽ ഓടിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നിലനിൽക്കും. ആ കാലഘട്ടത്തിൽ ഒരു 10-15 ഫില്ലറിട്ട് അതൊന്ന് മുകളിലേക്ക് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കൂള് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പറയാം, ഞാൻ 2005 കല്ലായി ഗവൺമെന്റ് UP സ്കൂളിലെ PTA പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്നത്തെ MLA ആയിട്ടുള്ള TPM സായരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താഴെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടം എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് 20-20 എന്ന രൂപത്തിൽ 2 ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിന് ആ കാലഘട്ടത്തിൽ 5 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് 2005. ജില്ലയിലെ മലയോര മേഖലകളിലും ഗ്രാമമേഖലകളിലും നടക്കുന്ന ബ്ലേഡ് മാഫിയ ഇടപാടുകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ബ്ലേഡ് മാഫിയ ഇരകളുടെ ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ജില്ലയിലെ മലയോര മേഖലകളിലും ഗ്രാമമേഖലകളിലും നടക്കുന്ന ബ്ലേഡ് മാഫിയ ഇടപാടുകളെപ്പറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ബ്ലേഡ് മാഫിയ ഇരകളുടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേരളത്തിലെ പ്രമുഖ കുടുംബത്തിന്റെ പേര് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് ചാക്കോളാസ് എന്ന പേരില് ആ കുടുംബത്തിലുള്ള വിശ്വാസം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ചാക്കോ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ വീട്ടുപേര് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കീഴേടത്ത് പറമ്പിൽ എന്നാണ്. പക്ഷെ അദ്ദേഹം ചാക്കോളാസ് ആണെന്ന് പറഞ്ഞ് കോഴിക്കോട് ജില്ലയുടെ മലയോര ഭാഗങ്ങളിൽ അവിടെയുള്ള കുടിയേറ്റ കർഷകരെയും അതുപോലെ തന്നെ ഈ സംഭവത്തെപ്പറ്റി കൂടുതൽ പരിജ്ഞാനമില്ലാത്ത ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് അവിടെ ഈ ബ്ലേഡ് വ്യാപാരം നടത്തി അവരുടെ കിടപ്പാടം
കവർന്നെടുക്കുകയും കുറേ ആളുകൾ ആത്മഹത്യ പ്രവണതയിലേക്ക് നീങ്ങുകയും ഏതാനും ചിലർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ ഓപ്പറേഷൻ കുബേര എന്ന ഒരു നാമത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തരമന്ത്രി മുൻകൈയെടുത്തുകൊണ്ട് നടത്തുന്ന പരിപാടിയെ ശ്ലാഘിക്കുകയും, പക്ഷെ അദ്ദേഹം പറയുന്ന വാക്കുകളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഏത് നിമിഷവും തെളിവ് കൊടുക്കാൻ ഈ പ്രദേശത്തെ ജനങ്ങൾ തയ്യാറാണ്. ആ തെളിവ് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. തെളിവെടുക്കാനുള്ള യാതൊരു നടപടിയുമില്ല. ബ്ലേഡ് മാഫിയകൾക്കെതിരെ തെളിവെടുക്കാൻ സർക്കാർ തയ്യാറാകണം. അനധികൃത ധനകാര്യ സ്ഥാപനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പെരുകിവരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സോഷ്യലിസ്റ്റ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി PKR പിള്ള അനുസ്മരണവും അംഗനവാടി വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. മുൻ PSC അംഗം ജോബ് കാട്ടൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വാതന്ത്ര്യ സമര സേനാനി PKR പിള്ള അനുസ്മരണവും അംഗനവാടി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണവും നടത്തിയത്. ബീച്ച് സ്നേഹ അംഗനവാടിയിൽ നടന്ന പരിപാടി മുൻ PSC മെമ്പർ പ്രൊഫസർ ജോബ് കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികളെ സ്നേഹിക്കുകയും പക്ഷേ ബഹുമാനിക്കുകയും കൂടിയാണ് കാരണം ആളുകൾ വാഗ്ദാനങ്ങളാണ്. അല്ലെങ്കിൽ റിപ്പബ്ലിക്കിന്റെ പ്രായത്തിൽ മുന്നോട്ട് നിൽക്കൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന ഈ വലിയ രാജ്യത്തിന്റെ അവകാശികളായിട്ട് ഇവർക്ക് ഈ അംഗൻവാടിയിൽ സ്നേഹമില്ലാന്നുകൊണ്ടൊപ്പം അവർക്ക് കൊടുക്കാനുള്ള യൂണിഫോം, അവർക്ക് ഉപയോഗിക്കാനുള്ള യൂണിഫോം കൊടുക്കുന്ന വേളവുണ്ട്. ഇത് എന്തിനു വേണ്ടി കൊടുക്കുന്നു? ഇത് ഒരു വലിയ ഓർമ്മയുടെ പ്രതീകമാണ്. വലിയ വ്യക്തിയുടെ മനുഷ്യന്റെ ഓർമ്മയുടെ പ്രതീകമാണ്. ചെറിയ കാര്യം. ആ കാര്യത്തിന്റെ സാമ്പത്തികമോ അല്ലെങ്കിൽ അതിന്റെ ഒരു വലിപ്പമോ നല്ല കാര്യം. അതിന്റെ ഉദ്ദേശശുദ്ധി ചെയ്യുന്നതിന് സൂക്ഷിക്കുന്ന ഉദ്ദേശശുദ്ധി, ആ ഉദ്ദേശശുദ്ധിയാണ് നാം എടുക്കുന്നത്. ചെയർമാൻ K. ഉമാനാഥ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, മുരളീധരൻ, PR സുനിൽ സിംഗ്, PR രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭാരത് യൂണിവേഴ്സിറ്റി കരിയർ അക്കാദമി ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 12-ന് എൻട്രൻസ് പ്രീ ഓപ്ഷൻ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നു. നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടക്കുക. ഭാരത് യൂണിവേഴ്സിറ്റിയുടെയും കരിയർ അക്കാദമി ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഈ മാസം 12-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ എൻട്രൻസ് പ്രീ ഓപ്ഷൻ ഗൈഡൻസ് സെമിനാർ നടത്തുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കരിയർ കൺസൾട്ടന്റ് KS ജെറീഷ് ക്ലാസിന് നേതൃത്വം നൽകും. സെമിനാർ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് വരുന്ന 12-ാം തീയതി നളന്ദ ഓഡിറ്റോറിയത്തിൽ മോർണിംഗ് 9:30 to 1 o'clock വരെയാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വായിച്ചുതരാം. എൻട്രൻസ് പ്രീ ഓപ്ഷൻ ഗൈഡൻസ് സെമിനാർ ഭാരത് യൂണിവേഴ്സിറ്റിയും കരിയർ അക്കാദമി ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എൻട്രൻസ് പ്രീ ഓപ്ഷൻ ഗൈഡൻസ് സെമിനാർ ജൂൺ 12 വ്യാഴാഴ്ച ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് രാവിലെ 9 മണി മുതൽ ഉച്ച 1 മണി വരെ നടത്തും. അതിനകത്ത് നമ്മൾ കൂടുതലായി പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ്, IIT, NIT, കുസാറ്റ്, APMT, കൊമഡ്കെ, ആയുർവേദ, പാരാമെഡിക്കൽ, ആർക്കിടെക്ചർ തുടങ്ങിയ വിവിധ അഡ്മിഷനുകളെ കുറിച്ചിട്ടും അതിൻ്റെ കോഴ്സ് ഫീ സംബന്ധിച്ചും എങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതും കോളേജിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കാറുകളുടെ പിൻസീറ്റ് യാത്രക്കാർക്കും ഇനി മുതൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നു. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇതിനായുള്ള പരിശോധന തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ അപകടമരണത്തെ തുടർന്നാണ് നിലവിലെ നിയമം കർശനമാക്കുന്നത്. കാർ യാത്രക്കാരിൽ മുൻസീറ്റുകാർ മാത്രമല്ല പിൻസീറ്റുകാരും ഇനി മുതൽ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇതിനായി മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ അപകടമരണത്തെ തുടർന്നാണ് പിൻസീറ്റുകാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. നേരത്തെ നിയമം ഉണ്ടായിരുന്നുവെങ്കിലും കർശനമായിരുന്നില്ല. തിങ്കളാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി പരിശോധന ആരംഭിക്കും. ആദ്യവാരത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെ ബോധവൽക്കരിക്കുകയും പിന്നീട് പിഴ ഈടാക്കി തുടങ്ങാനുമാണ് അധികൃതരുടെ തീരുമാനം. ഡ്രൈവിംഗ് ചെയ്യുന്നവർ പോലും സീറ്റ് ബെൽറ്റ് ഇടാതെ പിഴ വാങ്ങുന്ന കാലത്ത് യാത്ര ചെയ്യുന്നവരെല്ലാം സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നത് എത്രത്തോളം പ്രായോഗികമാവുമെന്നത് കണ്ടറിയണം. മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബിന്റെ നേതൃത്വത്തിൽ സുധാകരൻ എടക്കണ്ടിയുടെ ലോകകപ്പ് ഫുട്ബോൾ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. ആർട്ട് ഗാലറിയിൽ നടന്ന പ്രദർശനം K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ലോകകപ്പിന്റെ ആവേശം ചിത്രങ്ങളിലൂടെയും
ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ജേർണലിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സുധാകരൻ എടക്കണ്ടിയുടെ ലോകകപ്പ് ചിത്ര പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. മറഡോണയും നെയ്മറും മെസ്സിയും വെയ്ൻ റൂണിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫ്രാങ്ക് റിബറിയും മുതൽ കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമി ഓട്ടോ ചന്ദ്രന്റെ ചിത്രങ്ങൾ വരെ പ്രദർശനത്തിലുണ്ട്. പ്രാദേശികവും അന്തർദേശീയവുമായ ഫുട്ബോൾ വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 70 ചിത്രങ്ങളാണ് പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നത്. മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ കെ സേതുമാധവൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ പി കിഷൻചന്ദ്, MC വസിഷ്ഠ്, PC പ്രജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കെ ഗോപാലൻ അനുസ്മരണ സമ്മേളനം സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ M വീരാൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് കെ ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA MK പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. P വാസു, KG പങ്കജാക്ഷൻ, TJ റോയ്, KG ബാബു, MP ജോയ്, പവിത്രൻ കുരിക്കളോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. 1970-കളിൽ 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കഴിഞ്ഞ് അടിയന്തരാവസ്ഥ പിൻവലിച്ച് 77-ൽ നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ജനതാ പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുത്തതിൽ ഒരാളായിരുന്നു ശ്രീ കെ ഗോപാലൻ. അങ്ങനെ അദ്ദേഹം ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് സോഷ്യലിസ്റ്റുകളും കോൺഗ്രസിലെ ഒരു വിഭാഗവും അന്നത്തെ ജനസംഘവും എല്ലാം ഉൾക്കൊള്ളുന്ന ജനതാ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര ഫലിപ്പിക്കാനും തന്റെ ആദർശ പ്രമാണങ്ങളിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എരഞ്ഞിപ്പാലം വാഗ്ബടാനന്ദ സ്മാരക വായനശാല പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി അരവിന്ദ് സ്മൃതി ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിലായിരുന്നു പരിപാടി. എരഞ്ഞിപ്പാലം വാഗ്ബടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായാണ് അരവിന്ദ സ്മൃതി ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിലാണ് ചലച്ചിത്രോത്സവം നടന്നത്. തമ്പ്, കുമ്മാട്ടി, ചിദംബരം, വാസ്തുഹാര തുടങ്ങിയ ചിത്രങ്ങളാണ് 2 ദിവസങ്ങളായി പ്രദർശിപ്പിച്ചത്. നിരവധി പേരാണ് ചലച്ചിത്രോത്സവം കാണാനെത്തിയത്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച യുവമോർച്ച BJP പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. മുദ്രക്കുളത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് BJP യുവമോർച്ച പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തിയത്. BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ, ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഗീഷ് കൂട്ടാലിട, KT വിപിൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. പാവപ്പെട്ട മനുഷ്യ കുട്ടികളെ ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെതിരായി അതിശക്തമായ സമരം ആവശ്യമാണ്. യുവാക്കളെ ചോരയിൽ മുക്കിക്കൊല്ലാമെന്ന് വ്യാമോഹിക്കേണ്ട. യുവാക്കളെ അവരുടെ സമര വീര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. ഈ സമരവുമായി ഏതറ്റം വരെ ഭാരതീയ ജനതാ യുവമോർച്ച പോകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായുള്ള വേൾഡ് കപ്പ് സൂമിംഗ്. പന്തുകളിയുമായി പ്രണയത്തിലായവരാണ് ബ്രസീലുകാർ. സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പിൽ ജേതാക്കളാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബ്രസീലുകാർ. പന്തുകളിയുമായി പ്രണയത്തിലായവരാണ് ബ്രസീലുകാർ. കഴിഞ്ഞ 2 തവണയും സെമിഫൈനൽ കളിക്കാനായില്ലല്ലോ എന്നതാണ് ഇവരുടെ ഏറെ ദുഃഖം. സ്വന്തം നാട്ടിലെ കളിയിൽ ഇത് ആവർത്തിക്കരുതെന്നാണ് ഓരോ ബ്രസീലുകാരന്റെയും ആഗ്രഹം. പ്രാഥമിക റൗണ്ടിൽ ഗ്രൂപ്പ് എയിൽ ക്രൊയേഷ്യ, മെക്സിക്കോ, കാമറൂൺ ടീമുകൾക്കൊപ്പമാണ് ബ്രസീൽ ഉള്ളത്. Атак сборной Сербии. И опять, кстати, она по флангу, там, где играет Алвес. И почему-то нет этого Алвеса в обороне. Иногда его страховал Тиаго. Тоже сидеть и катать мяч на своей половине поля. Вот, пожалуйста, еще один момент. И бразильцы получают еще одну атаку. Подача. А передачу ему делал Душан Тадич. Есть такое ощущение, что сербы подумали, когда продаются какие-то закуски. А вот зрелище пока сборной Бразилии
Не предлагает. Может быть, сейчас Фред и гол! В составе национальной сборной. А передачу ему исполнил Тиаго Силва. Уже идет о моделировании игры против хорватской сборной на старте чемпионата мира. С каким настроением побежали вперед бразильцы. Неймар на паузе убрал одного, второго. Политон бежал куда-то. Передача моментально туда, ближе к его зоне. Каларов, подача. И неплохо исполнена в штат. Не его заменили. Но не буду гадать. Есть у меня, правда, версия, кто ушел. Ну да. Халк. Угловой. Потолкались здесь Иванович и Луис. Иванович попросит. Дивеич. Под левую здесь вы подработали. Здорово, конечно. Выступил в этом эпизоде. И хорош, как Матич. Вектор атаки, так как перевернул подача. Молодцы сербы. Хорошую атаку они, в общем-то, ഗ്രൂപ്പിലുള്ളവരാരും തന്നെ മോശക്കാരുമല്ല. എന്നിരുന്നാലും ഗ്രൂപ്പ് ജേതാക്കളായി മാറാനാകും എന്ന് തന്നെയാണ് ബ്രസീലിന്റെ പ്രതീക്ഷ. പോരാത്തതിന് പോയ വർഷം 13 കളികളിൽ 12 കളിയിലും ബ്രസീൽ വിജയിച്ചു എന്ന ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. കൊളാരി എന്ന കോച്ചിന്റെ സാന്നിധ്യം ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഫിഫ റാങ്കിങ്ങിൽ 6ാം സ്ഥാനക്കാരായ ബ്രസീൽ ടീമിൽ ഏറെ തിളങ്ങുന്നത് നെയ്മറാണ്. ഫോർവേഡിലും വിങ്ങറായും കളിക്കുന്ന നെയ്മർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഉപയോഗിക്കാറുണ്ട്. കളി നിയന്ത്രണത്തിലെ കഴിവും ഡ്രിബ്ലിംഗ് മികവും കൃത്യതയാർന്ന പാസുമാണ് നെയ്മറിനെ ഏറെ വ്യത്യസ്തനാക്കുന്നത്. എന്തായാലും സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പിൽ കിരീടം നേടുക എന്നത് ഏതൊരു ബ്രസീലുകാരന്റെയും ആഗ്രഹമാണ്. ഫുട്ബോളിനെ ജീവവായു പോലെ കൊണ്ടു നടക്കുന്ന ബ്രസീലുകാർക്ക് ഏറെ പ്രതീക്ഷയോടെയാണ് കളിക്കാനിറങ്ങുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മന്ത്രി MK മുനീറിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. വെസ്റ്റ് കല്ലായി ഗണപത് LP സ്കൂൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. ജില്ലയിലെ മലയോര മേഖലകളിലും ഗ്രാമമേഖലകളിലും നടക്കുന്ന ബ്ലേഡ് മാഫിയ ഇടപാടുകളെപ്പറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ബ്ലേഡ് മാഫിയ ഇരകളുടെ ആക്ഷൻ കമ്മിറ്റി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.